ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ പെരുന്നാൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ഈദ് മുബാറക് ഫസ്റ്റ് ഓഫ് ആൾ. ഇനി നമുക്ക് ഈദ് ആഘോഷിക്കണ്ടേ? പിന്നില്ലാണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈദ് ആഘോഷിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എന്താണ് ഫുഡ് ബിരിയാണിയല്ലേ ഇതിന് സ്പെഷ്യൽ, നമുക്ക് അതിന് വെക്കാം. ഓക്കെ, അപ്പോൾ ബിരിയാണി, നമുക്ക് ഇന്ന് ഈദ് ബിരിയാണി. ഓക്കെ, അപ്പോൾ നമുക്ക് അമ്മു എന്താണ് അടുക്കള ചെയ്യുന്നത് നോക്കാം. എന്താണ് അമ്മു ഇത്? ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയുള്ള ചിക്കൻ. ഓക്കെ, എന്താണുള്ള ഇതെന്താ? മട്ടൻ. മട്ടൻ. ഓക്കെ ഓക്കെ, നടക്കട്ടെ. ഇതെപ്പോ റെഡിയാവും? തുടങ്ങിയതേ ഉള്ളൂ, ഒരു 3 മണിക്കൂറെങ്കിലും വേണം. 3 മണിക്കൂർ വേണമല്ലേ? ഓക്കെ ഓക്കെ, നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഓക്കെ ഓക്കെ. ഉള്ളി അരി വേണം. കണ്ണടച്ചൊക്കെ ഉള്ളി അരിയോ? കണ്ണടച്ചൊന്ന് ഉള്ളി അരിയുന്നു. കൈമുറിയോ? പിന്നെ കണ്ണ് അടച്ചു വെച്ചോ? നിന്റെ കണ്ണടച്ചു വെച്ചോ, അല്ലെങ്കിൽ ഇല്ല ഇല്ല, എനിക്ക് എരിയുന്നില്ല. ഉള്ളി അരിയുമ്പോ കണ്ണിങ്ങനെ നീറുന്ന. കണ്ണ് അടച്ചെന്നാണ് ഉള്ളി അരിയുന്നത്. സ്കില്ലാണ്. ആർക്കൊക്കെ പറ്റുമെന്ന് കമന്റ്. നിങ്ങളെ കൊണ്ട് പറ്റോ കണ്ണടച്ചെന്ന് ഉള്ളി അരിയാൻ? കമന്റ് ചെയ്യും. കോമ്പറ്റീഷൻ ആവട്ടെ. ഒന്നരിഞ്ഞ് കഴിഞ്ഞല്ലേ? 2-3 ഇത്ര ഉള്ളിയൊക്കെ വേണല്ലേ? ചുമ്മാ നിന്ന് വാചകം വിടാനേ എളുപ്പമാണ്. കൈ തരട്ടാ അരിയോ? നമുക്ക് മത്സരം വെക്കാം, ആര് ജയിക്കുമെന്നുള്ളത്. ഇല്ല, ഞാൻ തോക്കും. അങ്ങനെ കത്തിക്കാൻ പോകുന്നു. വെളിച്ചെണ്ണ കേരളത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. തീരാറായല്ലേ? എന്റെ സ്റ്റൈൽ മട്ടൻ കറിയാണ്. നിന്റെ സ്റ്റൈൽ, അതിന് പേരിടട്ടെ, അനന്യ സ്റ്റൈൽ. ഗൈസ്, അപ്പോൾ അനന്യ സ്റ്റൈൽ മട്ടൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എണീറ്റിറങ്ങി ഓടെങ്ങാനും ചെയ്യൂ? അറിയത്തില്ല, നോക്കാം. ഈ കടുവിന്റെ അകത്ത് നോക്കണേ, ഇതില് 2 തരം കടുവുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറുത്. വലുത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, ചെറുത് ഇവിടെ മിക്സ് ചെയ്താ. ഈ കടുക് പറ. പൊട്ടിത്തെറിക്കൂലേ ഇപ്പൊ? ഗൈസ്, പൊട്ടിത്തെറിയാണ് സംഭവിക്കാൻ. ഒന്ന് ദൂരോട്ട് മാറിയിരിക്കാം, എന്നും സംഭവിക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നോക്കി വെച്ചോ. എന്തൊക്കെയോ വാരി ഇടുന്നുണ്ട് ഗൈസ്. അത് കട്ടയും പറക, പക്ഷെ കറകപ്പട്ടയും. എന്തിനു വീട് പണിയാൻ പോണാ? അയ്യോ, ആ കരണ്ടി കരിവച്ചങ്ങ് ചെയ്താൽ പോലെ. എന്തായാലും എല്ലാം തുറന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പൊട്ടിത്തെറികൾക്ക് ശേഷം എന്തായി? ഇനി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടോ? ചെറുതായിട്ടൊന്ന് വാടി, കുക്കറിലല്ലേ ഓക്കെ. എനിക്ക് സത്യമായിട്ട് അറിഞ്ഞൂടാ ഗൈസ്, എന്തൊക്കെയോ വാരി പറക്കി ഇടുന്നുണ്ട്. എന്തായാലും സിനിമ ടേസ്റ്റി ആണ്, അതാണ് ഒരു പ്രതീക്ഷ. ബിരിയാണിക്ക് അരി കഴുകുന്നു ഗൈസ്. അതാണ് പറയാലോ, ബിരിയാണി ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയാലോ. അതാകുമ്പോ നമുക്ക് മട്ട എന്തായെന്ന് നോക്കാം ഗൈസ്. ആ മട്ടനിൽ വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഫിസിൽ വെക്കാം. വെള്ളം നല്ലോണം ഊരി ഇറങ്ങി, അതുകൊണ്ട് ശകലം വലുത് എല്ലാം തിളച്ച ചൂടുവെള്ളമാണ് ഗൈസ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഫിസിൽ ഏൽപ്പിക്കാൻ അടച്ചു വെക്കാം. ഇതല്ലേ കൊറേ കേൾക്കണം. ബിരിയാണി അരി ഇട്ടിട്ടുണ്ട്, വിസിൽ തകർക്കുന്നുണ്ട് ഇവിടെ. ഓ, ഞാൻ തളർന്നു. എങ്ങനെ ഇവിടെ നിന്ന് ഇരുന്നു. അടുക്കളയിൽ എന്തായെന്ന് ഇനി പോയി നോക്കണം. നമുക്ക് അമ്മുൻ്റെ അവിടെ അടുക്കളയിൽ എന്തായെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ അറിയാം എന്തായെന്ന്. പൊട്ടിത്തെറിയുള്ള സൗണ്ടൊക്കെ കേട്ടായിരുന്നു. നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഇവിടെ അരി തിളയ്ക്കുന്നു. ബിരിയാണി അരിയാണ്.
ബിരിയാണി ഉടനെ റെഡിയാവും. ഓ ഉള്ളി എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടെ, എനിക്ക് തിന്നാൻ കിട്ടുമ്പോഴേ അറിയത്തുള്ളൂ അത് എല്ലാം ഇടുന്നത്. ഇത് ചിക്കൻ ഫ്രൈയിൽ എങ്ങനെ ഇടാനാണ്? ബിരിയാണി ഇടാനാണല്ലേ? ഓക്കെ ഓക്കെ. ബിരിയാണി ഇതറിയാം കഴിച്ചു. ഇത് ഞാൻ ബിരിയാണിന്ന് പറക്കി എറിയാറുണ്ട്, കാര്യം ഞാൻ കഴിക്കാറില്ല ബിരിയാണിന്ന്. ഇതൊക്കെ എനിക്ക് പറക്കി എറിയാനുള്ളതല്ലേ? ഓഹോ, വെന്തില്ലേ? നീ എത്ര സമയം എടുക്കും? ഓക്കെ, സെറ്റ് സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിവിടെ നടക്കട്ടെ. അവള് തിരക്കിലാണ്. അപ്പോൾ ഇനിയിപ്പം തിന്നാൻ സമയമാകുമ്പോൾ വരാം. ഇനിയിപ്പം പിന്നെ വരാം. അല്ലേ, ഞാൻ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എന്തായി? ചോറക്കായി ഗൈസ്. ഇതെന്താ ഇനി ചെയ്യാൻ പോകുന്നത്? മട്ടൻ. മറന്നുപോയാ? ആക്കി വെച്ചിട്ടുണ്ട്. ഇത് എല്ലാവരും ബിരിയാണിയിലോട്ട് പോകും. എണ്ണ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് യൂസ് ചെയ്യാത്ത കേട്ടോ ഗൈസ്, കേട്ട് പഠിച്ചു വെച്ചോളൂ. എനിക്കതൊന്നും അറിഞ്ഞൂടായിരുന്നു. നല്ല എല്ല് പീസ് അല്ലേ അല്ലേ? തട്ടിക്കോളൂ. മട്ടൻ തട്ടുന്നു ഗൈസ്. തട്ടിയാൽ സ്വിഗ്ഗി സൊമാറ്റോ ഉണ്ടല്ലോ. പക്ഷേ ഗൈസ്, സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും കിട്ടാനില്ല. കാര്യം LPG ഗ്യാസൊക്കെ ഇഷ്യൂ ആയതുകൊണ്ട് മിക്കുള്ള റെസ്റ്റോറൻറ്റ് അടച്ചേക്കുവാണ്. മിക്ക ഐറ്റംസും ഇല്ല. അതുകൊണ്ട് ഇനിയിപ്പോ വീട്ടിലുള്ളതൊക്കെ ഉണ്ടാക്കി തിന്നാൻ നടക്കാനേ പറ്റത്തുള്ളൂ. തട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക. ഈ ചോറും ചമ്മന്തിപ്പൊടി തിന്നാൻ പറ്റുമോ? സേഫാണല്ലേ? ഓക്കെ ഓക്കെ. നീ ദമ്മിടാൻ പോവാണ് ഗൈസ്. എന്താണെന്നൊന്നും എനിക്ക് വെളിപ്പെടുത്തില്ല. ഓക്കെ, നോക്കി തക്കാളിയും എന്തൊക്കെ തെറിക്കുന്നുണ്ടല്ലോ. എന്താ തെറിക്കുന്നേ? പിന്നെ എണ്ണയും വെള്ളവും കൂടെ ആകുമ്പോ തെറിക്കില്ലേ? തക്കാളിയിൽ വെള്ളം കാണും. തക്കാളിയുടെ വെള്ളമാണ് ഗൈസ് പൊട്ടി തെറിക്കുന്നത്. അടുത്ത് എന്തൊക്കെ വാരിപ്പറ കിട്ടിയിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല, പൊട്ടിത്തെറിച്ച് തീരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തക്കാളി ആകണ്ട. നമുക്ക് ഇതിലോട്ട് ഇനി ചോറിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചോറിടാൻ പോവുകയാണ്. എന്താവുന്നെന്ന് അറിയാൻ വയ്യ. ഇതിനെ ഗൈസ് ദം അടിക്കുന്നതാണ് പറയുന്നത് അല്ലേ? ഇതിന് ദം 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 അടിക്കാൻ പോകുന്നു. ദം ബിരിയാണിയാണ് നമ്മളൊക്കെ കഴിക്കാൻ പോകുന്നത്. ഇത് അനന്യ ബിരിയാണി അല്ലേ? അനന്യ ദം ബിരിയാണി. റെസിപ്പി ഇതെല്ലാം നോക്കി അങ്ങ് ചെയ്താൽ മതിയല്ലേ? റെസിപ്പിക്ക് ഇതെല്ലാം നോക്കി അങ്ങ് ചെയ്താൽ മതിയല്ലേ വീഡിയോ? ഗൈസ്, ഇത് നോക്കി ചെയ്തിട്ട് നിങ്ങൾക്ക് ബിരിയാണി തന്നെ ആയോ ഇല്ലെന്ന് പറയുക കമന്റ് ബോക്സിൽ. നീ പഞ്ചാര എടുത്ത് എന്ത് ചെയ്യാൻ പോണു? പഞ്ചാര ഇടണ ബിരിയാണിയില്? പിന്നല്ല. എന്തിന്? അതെന്തിന്? എനിക്ക് പറഞ്ഞൂടെ, അമ്മ ഇങ്ങനെ ഈ കറി മസാലയും പഞ്ചാരയും കൂടെ ഈ സാധനത്തിട്ട് ഞാനും അപ്പൊ നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നവർ ഇതൊന്നും ചെയ്ത് നോക്കേട്ടാ. ടേസ്റ്റ് കൂടാന്നാണ് പറയുന്നത്. പുതിയതാണിത്, ഒന്ന് ചെയ്ത് നോക്ക. പഞ്ചാര ഇട്ട് ഇടാ ബിരിയാണിയിൽ. ഇതെന്താ? ഇതെന്തിനാ ഒഴിക്കുന്ന? വാട്ട് ഈസ് ദിസ്? പാലും മഞ്ഞപ്പൊടി. പാലാ? ഇത് അമ്മ പറഞ്ഞതാണോ? ഇത് എന്റെ സീക്രട്ട്. ഓ, നിന്റെ സീക്രട്ട്. ഓക്കെ ഗൈസ്, ഇതൊക്കെയാണ് അനന്യ റെസിപ്പി സീക്രട്ട് ഫോർ ദ മട്ടൻ ബിരിയാണി. അപ്പോൾ എല്ലാരും മട്ടൻ റെഡി ആയേ? നമുക്ക് ഇത് എസൻസ് ആണ്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊഴിഞ്ഞുകൊണ്ടുവന്നോണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ബ്രാൻഡ് കാണിക്കാതിരിക്കാനല്ല ഗൈസ്, അത് നാട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ട് വന്നോണ്ടാണ്. മെയിൻ ഐറ്റം അല്ലേ? അതെങ്കിലും അറിയാലോ എനിക്ക്. ഭാഗ്യം.
അതെങ്കിലും അറിയാം ഗൈസ് എനിക്ക്. അതൊരു ഭാഗ്യമായി. ശരി. വീണ്ടും ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത മെയിൻ ഐറ്റം കിസ്മിസുകൾ. ഗൈസ് കണ്ടുപോയിരിക്കുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഇങ്ങനെ വാരി പറക്കി തിന്നാൻ. കളയാനോ തിന്നാനോ? തിന്നാൻ ഈ പച്ചക്കറിയും കാര്യങ്ങളും ഒഴികെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. വാരി പറക്കാൻ കിട്ടോ ഗൈസ്? ഇടുന്ന ഇതൊക്കെ ഗൈസ്. ഇപ്പം ബിരിയാണി നല്ല ലുക്കായി കേട്ടോ ഇപ്പം. എല്ലാവർക്കും ഇട്ടാന്ന് തോന്നുന്നു. എനിക്ക് എപ്പോഴും ഒരു കുഴപ്പമുണ്ട്, എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇരിക്കുന്നു. എന്തിനാണ് ഇപ്പൊ മിസ്സിങ് ആയത്? കൈ പൊള്ളിയേ? കുക്കറോടെ മേടിക്കേണ്ടി വരോ? കൊള്ളിക്കുന്നു. എന്തൊരു കഷ്ടപ്പാടം നോക്കിയാ. തിന്നുമ്പോ ഇതൊന്നും അറിയുന്നില്ല. തിന്നാൻ നല്ല സുഖമാണ് ഗൈസ്. തിന്ന് തീർക്കും. പിന്നെ അല്ല, ഇത് ഇന്ന് തന്നെ തീർക്കാം ഗൈസ്. എനിക്ക് ഈ ബിരിയാണി അതുപോലെ നമ്മളെ ചോറ് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ വെക്കുന്ന, പുറത്തുനിന്ന് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല, വീട്ടിൽ വെക്കുന്ന ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എവള് ഇങ്ങനെ ഉണ്ടാക്കുന്ന കാര്യം. ഞാൻ എന്തായാലും തീർക്കുമെന്നറിയാം. അതാണ് പുറത്തെ ഫുഡ് ഇപ്പൊ കുറവാ. ഇങ്ങനെ നെയ്യൊക്കെ ഇട്ട് ഗൈസ് കണ്ടോ? കാണു ഗൈസ്, കാണൂ. നിങ്ങളും കൊതി നോക്കിയിരിക്കാതെ പോയി ഉണ്ടാക്കൂ ഗൈസ്. ഉണ്ടാക്കി ഇതുപോലെയൊക്കെ ആക്കൂ. മട്ടൻ തിളയ്ക്കുന്നു. പറഞ്ഞതുപോലെ അമ്മ മറന്നിട്ടുണ്ട്. ഏതാണ്ട് ഇന്ദിര ഇലയാണിത്. മല്ലിയിലയും പുതിനയില ഇടാനായിട്ട് മറന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളി ലാസ്റ്റ് സ്റ്റേജ് ഗൈസ്. ദം അടിക്കുന്നതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്. എല്ലാരും കണ്ടോ? പഞ്ചാരയൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എങ്ങനെ ഇരിക്കുമെന്തോ. മലയാളി വഴിച്ചങ്ങ് ഒഴിക്കുക. തീർത്ത് ഞാൻ പ്ലേറ്റ് കഴിവണ്ടല്ലേ? നക്കാൻ തരാം നിനക്ക്. കൊറേ നേരം എത്തിയാക്കി നിക്കല്ലേ. ഞാനിവിടെ കൊതിവിട്ട് നിക്കുവാണ്. സ്റ്റേജിലും മറന്നു. ഇതെല്ലാം കൂടെ ഒത്തങ്ങും വെകല ഇടാൻ. ഇത്ര വേണോ? എടാ എല്ലായിടത്തും ഇടണമായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇനിയിപ്പൊ മേല് കുറച്ച് മാത്രം ഇടാം. ഇതെന്തരടാ കാട്ടിച്ചെന്ന അവസ്ഥ ഗൈസ്. ബിരിയാണി ഇപ്പൊ കാട് ബിരിയാണി ആയി ഗൈസ്. ഇത് അനന്യ ദം ബിരിയാണി സ്പെഷ്യൽ. അത് അടിയിലിടാം. നമുക്കിനി ഉള്ളത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ? അടച്ചോ. ഇതിന് ഫിസിന് വേണ്ട. ഓക്കെ. ഇങ്ങനെയാണ് ദം അടിക്കുന്നത്. എന്തിരിയാ മോഡലൊക്കെ വേണ്ട, മോഡലൊന്നും വേണ്ട. ഇവിടെ തെറിക്കല്ലത്. നമുക്ക് ഗ്യാസ് ഓണാക്കി സിമ്മിലിടാം. അവിടെ ദമ്മാവട്ടെ. നമ്മൾ മട്ടൻ കറി നോക്കാം. മട്ടൻ കറി നല്ലോണം ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഒന്ന് തിള വരുമ്പോ ഓഫാക്കാം. നെയ്യ് തെളിയുന്നു. ഇനി അടുത്ത എന്താണ് അമ്മു? ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ആണ് ഗൈസ്. ചിക്കൻ നിന്ന വീഡിയോ കൂടെ ഞാൻ ഇടും എന്തായാലും കേട്ടാ. ഗൈസ്, ഇവള് ചിക്കൻ കഴിക്കുന്ന ആ ഒരു ചിക്കൻ്റെ വീഡിയോ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നമ്മൾ നോക്കണം. നമ്മൾ അന്തം വിട്ടിരിക്കും. ആ എല്ലൊക്കെ ഉണ്ടല്ലോ, എല്ലൊക്കെ നമ്മൾ മറ്റേ ബബിൾക്കം ചവയ്ക്കുന്നതാണ് ചവയ്ക്കുന്നത്. എനിക്ക് ചിക്കൻ കഴിക്കാൻ അറിയാം, പക്ഷേ ഗൈസ് എനിക്ക് ബോൺലെസ് ആണ് ഭയങ്കര ഇഷ്ടം. ബോൺലെസ് ആണ് ഞാൻ കഴിക്കുന്നത്. അത് നമുക്ക് കഴിക്കാത്ത എളുപ്പമുണ്ട്. ഈ ചിക്കൻ്റെ കാലും ആ എല്ലും അതൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് മാംസമൊക്കെ പിച്ച് ചീന്ന് തിന്നാൻ ഭയങ്കര മെനക്കേടാണ്. മറ്റേ നമ്മൾ കറക്റ്റ് ബോൺലെസ് തന്നെ കിട്ടുകയും ചെയ്യാം, അത് ഈസി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഗൈസ്, അങ്ങനെ ആഫ്റ്റർ എ ലോങ് ടൈം അടുക്കളയിലെത്തി. എല്ലാം കഴിഞ്ഞാ? എല്ലാം ആയാ? വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി എല്ലാം ആയി. ഫുഡെല്ലാം ദാ ഇരിപ്പുണ്ട് ഗൈസ്. അമ്മ എന്തിനാ കായെന്ന് കാണിക്കേ. ഇത് എന്തിനാണെന്ന് കാണിക്കണ്ട. ഇതിൻ്റെ അകത്ത് എന്തിനു ചെയ്യാണ്ട്? പെട്ടെന്നാവട്ടെ, വിശപ്പടിച്ചു തുടങ്ങി.
സലാഡ്. സാലഡ്, ഓക്കെ. പപ്പടം. ഓക്കെ. ചിക്കൻ ഫ്രൈ, ഓ ഗൈസ്, ചിക്കൻ ഫ്രൈ. മട്ടൻ ഗൈസ്, കറി. മട്ടൻ കറി. നല്ല മണം. ഇനി നെക്സ്റ്റ് എന്തിനാണ് നമുക്ക് നമ്മളെ ദം എന്തായിരുന്നു നോക്കാം. അത് പറയുമ്പോൾ എന്തോ ചെയ്യാണ്ടല്ലേ നീ ബാക്കി. ഇത് ചെയ്യാൻ ദമ്മ് പൊട്ടിക്കാനല്ലേ, പൊട്ടിക്കാൻ. ഗൈസ്, അങ്ങനെ അനന്യയുടെ പൊട്ടിക്കൽ ബിരിയാണി അല്ലേ? അനന്യ പൊട്ടിക്കൽ ദം ബിരിയാണി. ഇലയും പൂവും കായൊക്കെ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്, മണമുണ്ടോ? മണം ഉണ്ടോ നോക്കട്ടെ. ഉണ്ട് ഗൈസ്, മണമുണ്ട്. പെർഫെക്റ്റ് ഗൈസ്, പെർഫെക്റ്റ്. പെട്ടെന്ന് തിന്നാം, നീ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഗൈസ്, കാണുന്നുണ്ടോ നിങ്ങൾ? ആരും കൊതി വിടരുത് പ്ലീസ്. കുഴപ്പമില്ല, തിന്നിട്ടായിരിക്കും നമ്മൾ ഈ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ തിന്നിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. നിങ്ങളെ കൊതി വിട്ടോ ഗൈസ്, കുഴപ്പമില്ല, സേഫാണ്. കണ്ടില്ലേ, പാലും മഞ്ഞപ്പൊടിയും തിരിച്ച് ചെയ്തിട്ട് മഞ്ഞ കളർ. ഓ ഗൈസ്, മഞ്ഞ കളർ തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കളർ. കൊള്ളാം, അടിപൊളിയായി. പിന്നെ അല്ല. അപ്പോൾ ഗൈസ്, ഇനി ബാക്കി നമുക്ക് കഴിക്കുമ്പോൾ കാണാം എങ്ങനെയാണെന്ന്, അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തി. ഈദ് ആഘോഷിച്ച് നമ്മൾ ടെറസിൻ്റെ മുകളിലെത്തി. നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വന്നതാണ് ഈ ഒരു കോസ്റ്റ്യൂമിൽ. അപ്പോൾ നമ്മൾ അതെല്ലാം എടുത്തു. അപ്പോൾ കാണാം, കണ്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കോസ്റ്റ്യൂം. ഗൈസ്, അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അയ്യോ, അപ്പോൾ ഗൈസ്, ഫുഡ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മട്ടൻ ബിരിയാണി വിത്ത് ചിക്കൻ ഫ്രൈ, പപ്പടം, സലാഡ്. അടിപൊളി ഗൈസ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അയ്യ ഗൈസ്, അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അടിപൊളി. സൂപ്പർ അല്ലേ? അടിപൊളി സൈഗസ്, അടിപൊളി. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടോയെന്ന് പറ. അപ്പോൾ ഇനിയിപ്പം കഴിച്ചിട്ട് കാണാം. ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് അമ്മൂനൊരു സർപ്രൈസ് കൊടുക്കണം. ഞാനാണെങ്കിൽ ഇന്ന് പെരുന്നാളൊക്കെ അല്ലേ, അതുകൊണ്ട് ഒരു കുണാഫ ചോക്ലേറ്റ് ഓർഡർ ചെയ്തായിരുന്നു. അവൾക്ക് അറിയത്തില്ല, അപ്പോൾ നമുക്കത് കൊടുക്കാം. ഇതാണ് ഗൈസ് കുണാഫ ചോക്ലേറ്റ്. നമുക്ക് ഇത് കൊടുക്കാം. അവൾക്ക് അറിയത്തില്ല ഈ ഇത് വാങ്ങിച്ച കാര്യം. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അമ്മു, നല്ല മട്ടൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നതല്ലേ? ഡേയ്, എന്തിരിക്കുന്നു? ഗെയിം കളിക്കുന്ന? ഏത് ഗെയിം? ഫാർ ക്രൈ ഒക്കെയാണ് ഗൈസ് കളിക്കുന്നത്. വയ്യ സീനാണ്. വ്ളോഗ് തന്നെ. കൊന്നോ പിന്നെന്താ. അപ്പോഴേ ഇന്ന് ഇത്രയും മട്ടൻ ബിരിയാണി നല്ല സെറ്റായിട്ടൊക്കെ വെച്ച് തന്നതിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെ ഒളിച്ചിരി? കാട്ടിനാട് ഞാൻ അങ്ങനെ ഒളിച്ചിരി. എനിക്കിവിടെ തരണേ ഇച്ചിരി. ഞാൻ ഓർഡർ ചെയ്തത്. അപ്പൊ ഗൈസ്, അമ്മുന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഓർഡർ ചെയ്ത് എങ്ങനെയുണ്ട്? അറിയാ, അതല്ലേ ഓർഡർ ചെയ്തേ. ഇന്ന് പെരുന്നാളല്ലേ ഗൈസ്, അതുകൊണ്ട് കുറച്ച് മധുരമാവാം. ഇങ്ങനെ ഓ ശരി, ഓക്കെ. ഗെയിമറാണ് ഗൈസ്, എന്ത് ചെയ്യാനാ. ഹലോ ഗൈസ്, അങ്ങനെ നല്ലൊരു പെരുന്നാൾ ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തു. പിന്നെ പുറത്തൊന്നും പോകാനുള്ള പ്ലാനില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എന്തായാലും വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ബൈ.